ലിജോ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നിന്നും വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ച് വിമാന അപകടത്തിൽ യാത്രക്കാരും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവെന്നുള്ള അലഹബാദ് പോലീസ് കമ്മീഷണറുടെ വാക്കുകൾ കൂടി വരുന്നുണ്ട്. തീർച്ചയായും അതാണ് ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അഹമ്മദാബാദ് വിമാനം അപകടത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും തന്നെ മരിച്ചിട്ടുണ്ടാവാമല്ല, അവരാരും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അഹമ്മദാബാദ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. അതായത് ലോക്കൽ പോലീസിൻ്റെ അവരുടെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അവരുടെ പരിശോധനയിൽ അവർക്ക് വ്യക്തമായൊരു കാര്യം, പൂർണ്ണമായും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം, അവർ മുഴുവനായിട്ടുള്ള ആളുകളും മരിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഗുജറാത്ത് പോലീസ് വിശദീകരിക്കുന്നത്. അതായത് ഒരു അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തീഗോളമായി താഴേക്ക് പതിക്കുകയാണ് വിമാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള തീ കത്തിപ്പടരുകയും ആളുകൾക്ക് പൊള്ളലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നേരത്തെ തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് 58,000-ഓളം ലിറ്റർ വിമാനത്തിന് പറക്കാൻ ആവശ്യമായ ഇന്ധനം വിമാനത്തിലുണ്ടായിരുന്നു. അതായത് ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇന്ധനം അതിൽ ബാക്കിയുണ്ടായിരുന്നു. അത് പൂർണ്ണമായും കത്തുന്ന തരത്തിലേക്ക് വലിയ തരത്തിലുള്ള ഒരു സ്ഫോടനാത്മകമായൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു, കത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് കൂടുതലായി പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ആ സമയത്ത് തന്നെ പറയുകയും ചെയ്ത. അതാണ് ഇപ്പോൾ പോലീസ് കുറെ കൂടി സ്ഥിരീകരിച്ച് വ്യക്തമാക്കുന്നത്. അതായത് ഈ യാത്രക്കാരും തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യം പോലീസ് തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നത്. അത് അക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമോ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയവുമായിരിക്കും അക്കാര്യം വിശദീകരിക്കുക. പക്ഷേ ആ തരത്തിലാണ് ഇപ്പോൾ ഗുജറാത്ത് പോലീസിൻ്റെ അഹമ്മദാബാദ് പോലീസിൻ്റെ വിശദീകരണം ഇപ്പോൾ വരുന്നത്. ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യാത്രക്കാർക്ക് പുറമെ ഈ വിമാനം വന്ന് പതിച്ച അവിടുത്തെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ 5 പേർ കൂടി മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ നേരത്തെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട്. അതിൽ 5 പേർക്ക് കൂടി ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതായത് വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പുറമെ മറ്റുള്ള ആളുകൾക്ക് കൂടി പരിക്കേറ്റിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ആ തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതോടൊപ്പം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രിയും വ്യോമയാന സഹമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അഹമ്മദാബാദിലേക്ക് തിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തെക്കുറിച്ച് കുറെ കൂടി വ്യക്തത ഉണ്ടാകുകയും ഒപ്പം തന്നെ ഈ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിക്ക ആളുകളും പൊള്ളലേറ്റാണ് മരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്, ഗുരുതരമായ ഏൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ തിരിച്ചറിയുക വലിയ വിഷമകരമായ ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളെയും തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 60-ന് മുകളിൽ ആളുകൾ അത് വിദേശ പൗരന്മാരാണ്. അവരെ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അവരാരൊക്കെയാണെന്നുള്ളതും അവരുടെ മൃതദേഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ തരത്തിൽ കൈമാറേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അത് അത്തരത്തിൽ എംബസി വഴി അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തോതിൽ ഈ UK ഹൈക്കമ്മീഷനും കേന്ദ്ര സർക്കാരുമായിട്ട് നേരത്തെ ബന്ധപ്പെട്ടിരുന്നു എന്നറിയുന്നു. 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരും 7 പേർ പോർച്ചുഗീസ് പൗരന്മാർ, ഒരു കനേഡിയൻ പൗരനും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രമുഖരായ പല യൂട്യൂബർമാരും ഒക്കെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത വിവരമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനും ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ടു എന്ന കാര്യത്തിൽ അതിലെന്തെങ്കിലും ഒരു വിവരങ്ങളൊക്കെ വരുന്നുണ്ടോ? അതിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ടോ? തീർച്ചയായും ഇപ്പോൾ ബ്രിട്ടൻ, അതോടൊപ്പം തന്നെ കാനഡ, പോർച്ചുഗീസ്, ഈ 3 ഡച്ച് എംബസി അടക്കം എല്ലാ എംബസിയിലുള്ള ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ എംബസിയിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി അതോടൊപ്പം തന്നെ ഇന്ത്യൻ സർക്കാരുമായി സംസാരിച്ചു എന്നുള്ളതാണ്. അവരുടെ വിവരങ്ങൾ ഇന്ത്യ ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അതായത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഈ വിവരങ്ങൾ ആരൊക്കെയായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്ന വിദേശ പൗരന്മാരെന്ന് സംബന്ധിച്ച് അതത് എംബസികൾക്ക് ആ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അത് നേരത്തെ തന്നെ അത്തരത്തിൽ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ അവരുടെ സ്റ്റാറ്റസ്, അതായത് സ്വാഭാവികമായും ഇത്രത്തോളം വലിയൊരു വിമാന ദുരന്തമാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് സംഭവിച്ചത്, അവരെവിടെയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത കൂടി അവർക്ക് നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ അഹമ്മദാബാദിൽ ഏത് ആശുപത്രിയിലാണ് അവരുള്ളത്, ചികിത്സയിലാണോ അതോ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത കൂടി ഏതായാലും കേന്ദ്ര സർക്കാർ നൽകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് മുഴുവൻ ആളുകൾക്കും ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അവർ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അതിൽ വിജയ് രൂപാണിയും ഉൾപ്പെടുമെന്നുള്ളതാണ്. ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ